അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും ഇനി ചങ്കിടിപ്പ് കൂടും. ഉപരോധങ്ങൾ നൽകി ഒതുക്കി നിർത്താൻ ശ്രമിച്ച ഇറാന്റെ കയ്യിലേക്ക് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും വെച്ചു നീട്ടുന്നത് സാക്ഷാൽ റഷ്യയാണ്. ഉത്തര കൊറിയയെ പോലെ തന്നെ അമേരിക്കയെ വിറപ്പിച്ചു നിർത്താൻ ഇറാനെ പ്രാപ്തമാക്കുകയാണ് പുതിൻ. നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമല്ല, മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ലോകം ഏറെ ഭയത്തോടെ കാണുന്ന രണ്ട് സൗഹൃദങ്ങളാണ് ഇറാനും റഷ്യയും, അതുപോലെ തന്നെ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ളത്. ഉത്തര കൊറിയ ഇതിനോടകം തന്നെ പല മിസൈലുകളും, പ്രത്യേകിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തുവിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ മറുകരയിൽ നിൽക്കുന്നതോ ഇറാനുമായി കൂടുതൽ ബന്ധമുണ്ടാക്കിയെടുക്കാനാണ് പുതിന്റെ തീരുമാനം. അമേരിക്കൻ ചേരി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ് അത്. കാരണം അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ പ്രധാനിയാണ് ഈ ഇറാൻ എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. റഷ്യയുടെ പരമ്പരാഗതമായ ആയുധ കൈമാറ്റങ്ങളും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള സഹായവും ഒരു അന്താരാഷ്ട്ര ആണവായുധ കൈമാറ്റവും ലംഘിക്കുന്നുവെങ്കിലും അതിന്റെ ചില ആയുധ കൈമാറ്റങ്ങളും ആണവ മേഖലയിലെ മിക്ക പ്രവർത്തനങ്ങളും ഏറെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായതിനാൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും റഷ്യ ഇപ്പോൾ വകവയ്ക്കുന്നില്ല. പ്രഖ്യാപനത്തിന് മാസങ്ങൾക്കു ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും ദീർഘകാലമായി കാത്തിരുന്ന സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. ക്രൈംലിനിൽ നടന്ന ചടങ്ങിൽ ഒപ്പുവെച്ച കരാർ പ്രതിരോധം, തീവ്രവാദ വിരുദ്ധത, ഊർജം, ധനകാര്യം, ഗതാഗതം, വ്യവസായം, കൃഷി, സംസ്കാരം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ് എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളുന്നതാണ്. ഈ ജോലി പൂർത്തിയായതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇത് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഇത് ഞങ്ങളുടെ സഹകരണത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ പ്രചോദനം നൽകാനുള്ള അവസരങ്ങൾ തുറക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പെസഷ്കിയാനുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ന്യൂക്ലിയർ എനർജി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ വലിയ പദ്ധതികൾ ഞങ്ങൾ തുടരുന്നു. പുടിൻ പറഞ്ഞത് ഇങ്ങനെയും. ഇത് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ ഇപ്പോൾ പ്രശ്നത്തിലാക്കിയിട്ടുള്ളത്. ഉക്രൈനിൽ വൻതോതിൽ ആയുധങ്ങൾ നൽകി റഷ്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യ ഇറാനെയും അതുപോലെ തന്നെ ഉത്തര കൊറിയയെയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നതാണ് പുടിന്റെ നിലപാട്. ഉത്തര കൊറിയയുമായി സൈനിക കരാർ ഉണ്ടാക്കിയ റഷ്യ ഇറാനുമായി കൂടുതൽ ശക്തമായ സഹകരണത്തിനാണ് തയ്യാറെടുക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ എന്നും പടിക്ക് പുറത്തു നിർത്തുന്ന രണ്ട് അപകടകാരികളായ രാജ്യങ്ങളെയാണ് പുടിൻ പാല് കൊടുത്തു വളർത്തുന്നത് എന്നത് ചില്ലറയൊന്നുമല്ല അവരെ ആശങ്കപ്പെടുത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മോസ്കോയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ മുതൽ അമേരിക്കൻ ചേരിക്ക് നെഞ്ചെടുപ്പ് വർദ്ധിച്ചതാണ്. അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ച ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യൻ തലസ്ഥാനത്തേക്ക് എത്തിയതെന്നും ശ്രദ്ധേയമാണ്. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പായ് ഭംബറെ അം അസം എന്ന പേരുള്ള വിപുലമായ സൈനിക അഭ്യാസത്തിനിടെയാണ് ആയുധശേഖരമായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല. അത്യാധുനികമായ മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്നാണ് ബ്രിഗേഡിയർ അലി മൊഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ റഷ്യ കൂട്ടുകെട്ട് എങ്ങനെയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. റഷ്യ ഇറാനിലേക്കുള്ള സൈനിക സഹായവും ആയുധ വിതരണവും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പ്രാദേശിക സ്ഥിരത, ആഗോള ശക്തിയുടെ ചലനാത്മകത, മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥ എന്നിവയെ ബാധിക്കുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഭൂപ്രകൃതിയെ ഗണ്യമായി മാറ്റാൻ റഷ്യയ്ക്ക് കഴിയുമെന്നതാണ് ഇവരെ ആശങ്കാജനകമാകുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കുകയും ചെയ്യും. ഇത് നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങളെ മാത്രമല്ല, അവരുടെ സഖ്യകക്ഷികളെയും എതിരാളികളെയും വിശാലമായ ഭൗമരാഷ്ട്രീയ ബന്ധങ്ങളെയും ബാധിക്കുമെന്നത് തീർച്ചയാണ്. US-ലെയും പാശ്ചാത്യ ബന്ധങ്ങളിലെയും സ്വാധീനത്തെക്കുറിച്ച് പറയാം. റഷ്യയും അമേരിക്കയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് വലിയ പങ്കുവഹിക്കുന്ന കാര്യമാണ് ഇത് എന്ന് എടുത്തു പറയണം. US-ഉം അതിന്റെ യൂറോപ്യൻ പങ്കാളികളും ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് അതിന്റെ ആണവ പദ്ധതികളെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചും വളരെ കാലമായി വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. റഷ്യ ഇറാന് കൂടുതൽ നൂതനമായ ആയുധങ്ങളും സൈനിക പിന്തുണയും നൽകുകയാണെങ്കിൽ ഇറാന്റെ സൈനിക ശേഷി പരിമിതപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ അത് നേരിട്ട് വെല്ലുവിളിക്കുന്നതാണ്. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ, മിസൈൽ പദ്ധതികൾ, തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം US-ഉം യൂറോപ്യൻ യൂണിയനും ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ മെച്ചപ്പെട്ട സൈനിക ശേഷി നേടിയെടുക്കാം. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു
ഉയർത്തുന്നതിലേക്കും നയിച്ചേക്കും. ഈ മാറ്റം റഷ്യയ്ക്കും ഇറാനുമെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കടുത്ത ഉപരോധങ്ങൾക്ക് കാരണമാകും. ഇത് റഷ്യയും പടിഞ്ഞാറും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുക മാത്രമായിരിക്കും ചെയ്യുക. ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ശക്തിയാണെന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ തന്നെ പ്രാദേശിക സംഘർഷങ്ങളിൽ, പ്രത്യേകിച്ച് സിറിയ, ഇറാഖ്, ലെബനൻ, യമൻ എന്നിവയിൽ ഇതിനകം തന്നെ ആഴത്തിൽ ഇവ ഉൾച്ചേർത്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള വർദ്ധിച്ച സൈനിക സഹായം ഈ സംഘർഷങ്ങളെ സ്വാധീനിക്കാനുള്ള ഇറാന്റെ കഴിവിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തിയേക്കാം. ഉദാഹരണത്തിന്, റഷ്യയുടെ പിന്തുണ സിറിയയിലെ ബഷാർ അൽ അസാദിന്റെ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്നതിന് ഇറാനെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് രാജ്യത്തെ സമാധാനത്തിനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇങ്ങനെയായിരുന്നു ഇത്ര നാളും ഉണ്ടായിരുന്നത്. പക്ഷേ സിറിയയിലെ അവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കൂടാതെ ഇറാന്റെ വർദ്ധിച്ച സൈനിക ശേഷി മേഖലയിലെ എതിരാളികളായ ശക്തികളുമായുള്ള പിരിമുറുക്കവും വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇരു രാജ്യങ്ങളും ഇറാനെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു പ്രധാന ഭീഷണിയായി കാണുന്ന രാജ്യങ്ങളാണ്. നമുക്കറിയാവുന്നതാണ്, ഇസ്രയേൽ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ നോട്ടമിട്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം പോലും അവർക്ക് ഇറാൻ നൽകുന്ന പിന്തുണയാണ്. സിറിയ, യമൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദീർഘകാലമായി പ്രോക്സി യുദ്ധങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുമുണ്ട്. റഷ്യയുടെ വർദ്ധിച്ച പങ്കാളിത്തം സൗദി അറേബ്യയും ഇസ്രയേലിനെയും അവരുടെ സ്വന്തം സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആയുധ മത്സരത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യത വരെയുണ്ട്. റഷ്യയും ഇറാനും തമ്മിൽ വളരുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തെ ഉറപ്പാക്കുന്നതാണ് ഇത്. സിറിയയിൽ ഇതിനോടകം തന്നെ ഇത് പ്രകടമായിട്ടുള്ളതാണ്. അസദിന്റെ ഭരണത്തെ തള്ളി താഴെയിട്ടെങ്കിലും പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് മേഖലയിലെ പാശ്ചാത്യ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുകയും യുഎസും നാറ്റോയും ആധിപത്യം പുലർത്തുന്ന നിലവിലുള്ള അന്താരാഷ്ട്ര ക്രമത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതാണ്. സിറിയയിൽ റഷ്യയുടെ സാന്നിധ്യം പുതിയ ഭരണകൂടവും ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുകയാണല്ലോ. റഷ്യ ഇറാനുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ അതിന്റെ താൽപ്പര്യങ്ങൾ വർദ്ധിക്കുന്നതിന് ഈ പങ്കാളിത്തം പ്രയോജനപ്പെടുത്താനാകും. പ്രത്യേകിച്ചും ആഗോള കാര്യങ്ങളിൽ യുഎസിന്റെയും പാശ്ചാത്യ സ്വാധീനത്തിന്റെയും കടന്നുകയറ്റം നിയന്ത്രിക്കുന്നതിൽ. ആഗോള ഊർജ്ജ വിതരണത്തിന്, പ്രത്യേകിച്ച് എണ്ണയുടെ നിർണായക മേഖലയാണ് ഈ മിഡിൽ ഈസ്റ്റ്. മെച്ചപ്പെടുത്തിയ റഷ്യ ഇറാൻ സൈനിക സഹകരണം മൂലം പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നത് ഊർജ്ജ വിപണിയെ തടസ്സപ്പെടുത്തിയേക്കാം. പ്രത്യേകിച്ചും സൗദി അറേബ്യ അല്ലെങ്കിൽ ഇറാഖ് പോലുള്ള പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഇത് സംഘർഷത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരത എണ്ണവില വർദ്ധിപ്പിക്കുകയും ആഗോള സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സങ്കീർണതയുടെ മറ്റൊരു പാളി കൂടിയാണ് തുന്നിച്ചേർക്കുക. യുഎസ്, റഷ്യ, അതുപോലെ തന്നെ പാശ്ചാത്യ മേഖലയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുക, മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സംഘർഷങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുക, റഷ്യ ഇറാൻ സഖ്യത്തിന്റെ കൂടുതൽ ദൃഢീകരണം എന്നിവ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. കൂടാതെ ഈ മാറ്റം മേഖലയിലെ ആണവ വ്യാപനത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ഊർജ്ജ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുകയും മറ്റ് ശക്തികളെ പ്രതിരോധ നടപടികൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കും. ഇവയെല്ലാം പ്രവചനാതീതവും അസ്ഥിരവുമായ ആഗോള രാഷ്ട്രീയ അന്തരീക്ഷത്തിന് കാരണമാകുകയും ചെയ്തേക്കാം. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നതാണ് നമുക്കിനി കാണാനുള്ളത്. ഇറാനെ സംബന്ധിച്ച് ഇറാന് ഒരു ആയുധമെടുക്കാൻ മടിയില്ലാത്ത രാജ്യമാണ്. വേണമെങ്കിൽ ആണവ ശക്തി പോലും പയറ്റും. അതുപോലെ തന്നെയാണ് റഷ്യയും. ആണവ ആയുധം വരെ എടുക്കാൻ തയ്യാറാണെന്ന് ഇതിനോടകം തന്നെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞതുമാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നതാണ് ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകൾ ഈ വിവരങ്ങൾ അറിയാൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.